ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പർ അയലക്കറി കുടംപുളിയിട്ട് മുളകിട്ട് വെച്ച ഒരു സൂപ്പർ അയലക്കറിയുടെ വീഡിയോയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട്. അപ്പം അത് മീൻകറി വയ്ക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളിക്ക, പച്ചമുളക്, ഈ നല്ല ഫ്രഷ് അയല കഴുകി വെച്ചിട്ടുണ്ട്. കുടംപുളി ഈ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ പൊടി ഐറ്റങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ചാലോ? ചെറിയ ഒരു മഴക്കോള് പോലെ തോന്നുന്നു. ഇന്നെന്തോ ചെറിയ ഒരു കോള് മാറ്റം. അപ്പം മഴ പെയ്യുന്നത് എപ്പോഴാണോ വെയിൽ പറിക്കുന്നത് എപ്പോഴാണോ ഒന്നും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലേ. അപ്പം ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. മന്ദാരം കിടക്കുന്നത് കൊണ്ടാണ് വെട്ടക്കുറവ് പോലെ തോന്നുന്നത്. അപ്പം ഞാൻ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചെറിയ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാണ് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഇതങ്ങ് മാറിയിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ഇനി നമുക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളിക്ക എല്ലാം കൂടി ഇതിലേക്കങ്ങ് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഈ വലത് സൈഡിലാണ് ഉപ്പിട്ട് വയ്ക്കുന്നത്. ഞാൻ ഉപ്പിട്ട് വയ്ക്കുന്ന ഭരണി ഇതാണ്. ഇത് കണ്ടോ ഇതിന് അടപ്പുണ്ട്. ഇതാണ് ഞാൻ ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രം. ഇത് ഈ വലത് ഭാഗത്തായിട്ടാണ് വയ്ക്കുന്നത്. അതിന് ഒരുപാട് നമ്മൾ ഉപ്പ് പാത്രം വയ്ക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ അതനുസരിച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ വീട്ടിൽ കടം കയറും എന്നാണ് പറയുന്നത്. അതിൻ്റെ ദിശ തെറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ച് ഇതാക്കുമ്പോഴാണ് അതിൻ്റെ പിന്നെ നമ്മുടെ മേലെ ക്ഷേത്രമുണ്ടല്ലോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുകയാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി.
മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വറക്കിയെടുക്കാം. നമ്മുടെ ഈ തൊട്ട് പേര് കാണുന്ന നമ്മുടെ ക്ഷേത്രം ഞാൻ പറയില്ലേ, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഭഗവാനാണെന്ന്. അപ്പോൾ ഇപ്പം ആ ക്ഷേത്രത്തിൽ മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ സമയത്ത് വിളക്കിൻ്റെ ഇതിലുമൊക്കെ ഒത്തിരി ഒരു സമയ വ്യത്യാസമൊക്കെ വരുമായിരുന്നു. ഇപ്പം പോറ്റി തന്നെയാണ് നമ്മുടെ പൊതിയരുവിളയല്ല, പോറ്റി കുടുംബത്തിലെ പോറ്റി. വേറെ അമ്പലങ്ങളിൽ നിന്ന് ഇപ്പം റിട്ടയർഡായ ഞാൻ കടയ്ക്ക് ദേവീക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുള്ള പോറ്റി, നമുക്ക് അറിയുന്ന പോറ്റി തന്നെയാണ്. ആ പോറ്റിയാണ് ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. പോറ്റിക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ പൂജ തുടങ്ങിയതിന് ശേഷം പോറ്റിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത്രയ്ക്കും ഒരു ഇതുള്ള ക്ഷേത്രമാണിത്. അവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നെയ്വിളക്കാണ്. 21 നെയ്വിളക്കെടുത്ത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് തലയ്ക്കും ദിവസം വ്രതമെടുത്ത് 21 നെയ്വിളക്കെടുത്താൽ അത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ആ നെയ്വിളക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഉപയോഗങ്ങൾ നേടി അത് സാധിച്ചവർ അതിന് വേണ്ടുന്ന ഇത് വീണ്ടും അമ്പലത്തിലേക്ക് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് പേരുകേട്ട ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ശിവനും പാർവതിയും ഗണപതിയും നാഗരും എല്ലാം ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം. അവിടെ തിരുമേനിക്ക് വിശേഷപ്പെട്ട എല്ലാ ദിവസവും ക്ഷേത്രം തുറന്ന് ഇതാക്കണമെന്നാണ്. പക്ഷേ അമ്പലത്തിലെ വരുമാനം അനുസരിച്ച് അതിനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അതൊക്കെയാണ് കാര്യം. അമ്പലം തുറന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റേതായ പോറ്റി എന്ത് പറഞ്ഞാലും ആ ഒരു ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു മനസ്സ് കൊടുക്കണമല്ലോ. അപ്പോൾ അമ്പലത്തിലെ വരവും എല്ലാം നോക്കണമല്ലോ. അത്രയ്ക്ക് വിളിയേക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. അങ്ങനെ ഇന്നലെ നമുക്ക് പൊതുയോഗമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇതുവരെ നടത്തിയതിലേക്ക് ഏറ്റവും നല്ല എൻ്റെ മോനും മരുമോളും എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ അടുത്ത വർഷവും ഇതുപോലെ നല്ലതുപോലെ നടത്താൻ നമ്മുടെ ക്ഷേത്രത്തിന് ദൈവം കനിയട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് അതിലേക്ക് ഒഴിക്കുകയാണ്. ദൈവം വിചാരിച്ചു എങ്കിൽ മാത്രമല്ലേ എല്ലാവർക്കും അതിനുള്ള ഒരു ഇത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു പ്രാപ്തിയും ദൈവം കൊടുക്കൂ. ദൈവം വിചാരിച്ചാലേ എന്ത് കാര്യവും നടക്കൂ. എല്ലാം ഭഗവാന്റെ കയ്യിലാണല്ലോ. ഇന്ന് കാണുന്നവന് നാളെ പറഞ്ഞ കണക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അതാണ് ഭഗവാന്റെ ഒരു ഇത്. അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഇനി ഞാനതിലേക്ക് ചേർക്കാൻ പോകുന്നത് എൻ്റെ ഒരു പ്രധാന ടിപ്സാണ്. നമ്മുടെ മീൻകറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഈ ടിപ്സ് ചേർത്ത് കഴിഞ്ഞാൽ അയലക്കറി നിങ്ങൾക്ക് എത്ര കൂട്ടണമോ അത്രയും വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. നിങ്ങൾ വലിയ കടകളിലൊക്കെ പോയി അയലക്കറിയൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അതിനൊരു വേറൊരു ഇത് കിട്ടുമല്ലോ. അപ്പം ഇതുപോലെ വെച്ചൊന്ന് കഴിക്കുക. കുടംപുളിയൊക്കെ ഇട്ട് ഈ ടിപ്സും കൂടെ ചേർത്ത് അത് ഞാൻ വീഡിയോയുടെ അവസാനം അതെന്താണ് ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതെന്തൊക്കെയാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു തരും. കാര്യം ആ മീൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഒരു ഇതായിട്ട് വരും. നല്ല സൂപ്പർ മീൻ കറിയാണ്. അയലയായാലും വങ്കടയായാലും നമുക്ക് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ,
നല്ല സൂപ്പർ മീൻ കറി. അത് തിളച്ച് മീനൊക്കെ അതിലേക്ക് ഇട്ട് ഒന്ന് വറ്റിയൊക്കെ വരുമ്പോഴാണ് അതിൻ്റേതായ ഒരു എടുപ്പതിന് വരുന്നത്. അമ്പിളി മാമൻ്റെ കുമ്പത്തിരുന്നു നമുക്ക് നമ്മുടെ മീനും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കറി തിളച്ച് തുടങ്ങി. മീനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടച്ചിടാം. നല്ല സൂപ്പർ അയലയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അയല നല്ല ഇഷ്ടമാണ്. അയലയും മത്തി, പിന്നെ നെയ്ച്ചാളയും അയലയാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം. അപ്പം അത് നല്ലപോലെ തിളച്ച് വേവട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം എനിക്ക് ഇന്നലെ ആയുർവേദ ആശുപത്രിയിൽ പോയപ്പോൾ കിട്ടിയ മരുന്നുകളാണിത്. ഇത് രണ്ടും 2 ജാതി കഷായമാണ്. രാവിലെയും വൈകിട്ടും ഇതിൽ നിന്ന് 2 25 മില്ലി വീതം ഒഴിച്ച്, ഇതിൽ നിന്നും 25 മില്ലി, ഇതിൽ നിന്നും 25 മില്ലി ഒഴിച്ച് അത് കണക്ക് കഴിക്കാനായിട്ട് അവിടെ നിന്ന് തേക്കാൻ്റെ കറക്റ്റ് അളവിൽ കുടിക്കാനായിട്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ കപ്പ്. എന്നിട്ട് അത് രാവിലെയും വൈകിട്ടും കഴിക്കണം. അതുപോലെ തന്നെ ഇത് 3 ഇങ്ങനെ 4 ജാതി ഗുളികയുമുണ്ട്. ഇതിത്രയുമാണ് ഇന്നലെ നമ്മുടെ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടിയ മരുന്നുകൾ. അപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എനിക്ക് കാലിൻ്റെ മുട്ടിനും നടുവിനുമൊക്കെ ഇത്തിരി വിഷയങ്ങളുള്ളതും, കാലിൻ്റെ മുട്ടിനൊക്കെ ഇത്തിരി വിഷയങ്ങൾ മുമ്പേ 10 വർഷത്തിന് മുന്നേ കാലിനും നടുവിനുമൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പം ഇപ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി മനസ്സിലൊരു കണക്കുകൂട്ടലുകളൊക്കെ, എൻ്റെ ഉള്ളിൽ കുറച്ച് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുൻകരുതലായിട്ട് എൻ്റെ മോളെ കല്യാണത്തിനും ഞാൻ ആയൂർ ഹോസ്പിറ്റലിൽ ഞാൻ പോയി കിടന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും, കല്യാണത്തിനും എല്ലാത്തിനും എനിക്ക് പിടിച്ച് നിന്ന് എല്ലാത്തിനും പോയി നിൽക്കാനും എടുക്കാനും എല്ലാം പറ്റി. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യം സ്ക്രീനിങ് ടെസ്റ്റായിരുന്നു. സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡോക്ടറെ അടുത്തേക്ക് വിടും, ഏത് വിഭാഗത്തിലേക്കാണ് കാണേണ്ടതെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ അടുത്ത ഏത് ഡോക്ടറെക്കാണ് അവർ വിടുന്നതെന്നുള്ള ഇത്. അപ്പം എന്നെ വിട്ടത് അവിടുത്തെ ഏറ്റവും മെയിൻ ഡോക്ടറാണ്, പ്രദീപ് ഡോക്ടർ എന്നാണ്. ആ ഡോക്ടർ OP ചൊവ്വയും വെള്ളിയുമാണ്. നല്ല ഡോക്ടറാണ്. അവിടുത്തെ പ്രിൻസിപ്പാളാണ്, പ്രൊഫസറാണ് അവിടുത്തെ. അപ്പം ചെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ താഴേന്ന് ചെന്ന് കൊട്ടാരക്കര
പുത്തൂർ ആണ് ഈ ഹോസ്പിറ്റൽ. കൊല്ലം എന്ന് പറയുന്നുവെങ്കിലും നമ്മൾ കൊല്ലത്താണ് പോയെങ്കിൽ നമുക്ക് ഒത്തിരി ഇതായിരുന്നു. ഇപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പുത്തൂരാണെന്നുള്ളത് അറിയുന്നത്. കൊട്ടാരക്കര ചെല്ലുമ്പോൾ നമ്മൾ പുത്തൂർ പോകാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയും നല്ല ഒരു അന്തരീക്ഷമുള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ് ആ ഹോസ്പിറ്റലിൻ്റെ. അതങ്ങനെയാണല്ലോ ആയുർവേദ ഹോസ്പിറ്റൽ. ഇത് നമുക്ക് ചെന്ന് അവിടെ രാവിലെയും അവിടെ കിടന്ന് ഇതൊക്കെ ചെയ്ത കുറച്ച് പേര് അവിടുത്തെ കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എന്നെ കണ്ടു, ഡോക്ടർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇന്ന് കിടക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാനിന്ന് ആദ്യമായിട്ട് വന്നത് തന്നെ, പക്ഷേ ഇന്നിപ്പം ഞാൻ പറഞ്ഞല്ല, കിടക്കാനായിട്ട് വന്നതല്ല. അപ്പോൾ പറഞ്ഞു ഇന്ന് കിടക്കണ്ട, 10 ദിവസത്തേക്ക് ഞാനിന്ന് മരുന്ന് തരാം. 10 ദിവസത്തേക്ക് തരുന്ന ഈ മരുന്ന് ശരീരത്ത് കിടക്കുന്ന ഈ നീരെല്ലാം വലിഞ്ഞു പോവാനും പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് ബാക്കിയുള്ള ചികിത്സയ്ക്ക് തിരുമാനായാലും കിഴിയിടാനായാലും എല്ലാത്തിനും പറ്റുള്ളൂ. അങ്ങനെ നീരൊക്കെ പോവാനും അതിനുള്ള മറ്റുള്ള എല്ലാ ഇതിനും വേണ്ടിയുള്ള മരുന്നാണ്. അപ്പോൾ ഈ 10 ദിവസത്തേക്കുള്ള മരുന്ന് തന്നെ നമുക്ക് 1000 രൂപയാവും. അപ്പം ആയുർവേദ ചികിത്സയെന്ന് പറയുമ്പോൾ എപ്പോഴായാലും പൈസ കൂടുതലാണ്. അപ്പോൾ എനിക്ക് സ്റ്റാർ ഹെൽത്ത് ഉണ്ട്, സ്റ്റാർ ഹെൽത്ത് മോൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും സ്റ്റാർ ഹെൽത്തിൻ്റെ ഒരിത് കിട്ടും എന്നുള്ളത് വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം, നല്ല ഹോസ്പിറ്റൽ ഏതുണ്ട്, ചെറിയ ഹോസ്പിറ്റലുകളിലൊന്നും ഇങ്ങനെയുള്ള ഇതൊന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ നമ്മുടെ ഓണപ്പതിപ്പ്, ജനൈകം ഓണപ്പതിപ്പ് ഇളയ മാമൻ നമ്മുടെ കുടുംബസംഗമത്തിന് പോയപ്പോൾ തന്നായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കാണാം, അതിലാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു വിവരണം അതിൽ കിടന്നത്. അങ്ങനെ ഞാൻ അതെടുത്തു, ആ നമ്പറിൽ നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു. ശ്രീനാരായണ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നല്ല ഹോസ്പിറ്റലാണ്. അങ്ങനെ അവിടെ എല്ലാ ചികിത്സയും, പഞ്ചകർമ്മ ചികിത്സയും എല്ലാ ചികിത്സയും ഉള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെ വിളിച്ചപ്പോഴാണ് അവിടെ സ്റ്റാർ ഹെൽത്ത് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇതെടുത്തിരിക്കുന്ന ആ ഏജൻറ്റിനെയും വിളിച്ചു. പിന്നെ വിളിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടുന്നതിന് ഇൻഷുറൻസിൻ്റെ ഇതിന് ആയുർവേദത്തിന് ഇംഗ്ലീഷ് മരുന്ന് പോലുള്ള അത്രയും പൈസ നമുക്ക് കിട്ടില്ല, അതിന് ഇത്ര രൂപയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് വീണ്ടും വിളിച്ചു. അപ്പോൾ ഇത്ര രൂപയുടെ കാര്യമെന്ന് പറഞ്ഞു. എന്തായാലും അതൊക്കെ ഒന്ന് തിരക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ ചികിത്സ ചെയ്യുമ്പോൾ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് ആൾ വന്ന് എന്തൊക്കെ ചികിത്സയാണ് എടുക്കുന്നത്, നമുക്ക് പൈസ കിട്ടുന്നതാണോ എന്തൊക്കെയാണെന്നെല്ലാം അവർ വന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും എടുക്കുമെന്ന് ഡോക്ടറും പിന്നെ അവിടുത്തെ ഡോക്ടറും എല്ലാം പറഞ്ഞു. അവിടെ സ്റ്റാർ ഹെൽത്തിൽ നിന്ന് ആൾ വരുമെന്ന്. അങ്ങനെയാണ് അവിടുത്തെ ഇതെല്ലാം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം എടുക്കുമെന്ന്. അപ്പം അവർക്ക് 15 ദിവസം കിടന്ന് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് പൈസയായ എമൗണ്ടൊക്കെ നമുക്ക് പറഞ്ഞു. അപ്പം നമുക്കും ഏകദേശം എത്ര രൂപയാകുമെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് ഇപ്പോൾ 14 ദിവസത്തെ ഒരു കിടക്കണം എന്നുള്ളതാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ 14 ദിവസം ഞാൻ കിടന്ന് ആ ചികിത്സ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഉപയോഗം എനിക്ക് വരും. കാര്യം ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്ന് കിടന്ന് കഴിച്ച് ശരീരത്തെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ആയുർവേദ ചികിത്സ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് എപ്പോഴായാലും നമ്മുടെ ശരീരത്ത് കിടക്കുന്ന ദുഷിച്ച നീരും. ഇപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് വെയിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ അരിയാഹാരം കഴിവിൻ്റെ പരമാവധി അരിയാഹാരം ഞാൻ കഴിവതും ഒഴിവാക്കുകയാണ്. ഇന്നലെ തന്നെയും ചെന്ന് വെയിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഇന്നാൾ വെയിറ്റ് എടുത്തതെന്നും 4 കിലോ കുറഞ്ഞു. അങ്ങനെ വെയിറ്റിൻ്റെ ഇതിൽ കുറേശ്ശെ എങ്ങനെയായാലും ഞാൻ ഇതാക്കി കൊണ്ടുവരികയാണ്. കാര്യം അല്ലെങ്കിൽ എടുക്കുന്നതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. കാലിൻ്റെ മുട്ടിന് താഴോട്ട് എനിക്ക് കനം കുറവാണ്. അപ്പോൾ ആ വെയിറ്റ് മുട്ട് താങ്ങുന്നതിനുമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ചികിത്സ ഒന്ന് ചെയ്യുന്നത് നമുക്ക് മേലോട്ടുള്ള കാര്യങ്ങൾക്കും എപ്പോഴായാലും ഈ ചികിത്സ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ എൻ്റെ മനസ്സിലെ കുറച്ച് ആഗ്രഹങ്ങൾക്കും കൂടി ഇത് എനിക്ക് ഉപയോഗപ്രദമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. എൻ്റെ മനസ്സിലെ കുറച്ച് ആഗ്രഹങ്ങളാണ് ഇതൊക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ. അപ്പം 30-ാം തീയതി അഡ്മിറ്റ് ആവാൻ ചെല്ലാനാണ് പറഞ്ഞ് അവിടെ എല്ലാം എഴുതിയിട്ടിരിക്കുകയാണ്. എല്ലാം അഡ്മിറ്റും ഫ്രണ്ട് ഓഫീസിലെ ഏറ്റവും അവർക്കുള്ള ബുക്കിൽ വരെയും അഡ്മിറ്റ് ആവുന്ന ഇതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് വന്നു, എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ. അപ്പം പറഞ്ഞ് മാറ്റം വരും. ഫ്രണ്ടിൽ ഡോക്ടറോടെ ഒന്നും പറഞ്ഞില്ല, ഫ്രണ്ടിൽ വന്ന് ഞാനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയാമെന്ന്. അപ്പോൾ 2 ദിവസം മുന്നേ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മരുന്ന് കുടിച്ചിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ ദിവസം തന്നെ അത് പോയി ചെയ്യുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്കതിൻ്റേതായ ഉപയോഗമുണ്ടാകും, അതിൻ്റേതായ മാറ്റം വരും എന്നുള്ളത് ആണ് അതിൻ്റെ ഇത്. അപ്പം ഇതാണ് കഷായം ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഇതിന് 2-ന്നും 25 മില്ലി വീതം ഒഴിക്കണം. അപ്പം ഞാൻ ഈ കഷായം ഒന്ന് ഒഴിക്കട്ടെ. ഇത് 2 ഇതിൽ നിന്നും എടുത്ത 25 മില്ലി വീതം എടുത്ത കഷായമാണ്. ഇത് ഞാൻ കുടിക്കാൻ പോവുകയാണ്. കഷായത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് തന്നെയാണ്. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാവാൻ വേണ്ടി കുടിക്കണം. ഇനി ഈ ഗുളിക, ഈ 3 ഗുളിക രാവിലെയും വൈകിട്ടും, ഇത് കാലത്ത് മാത്രം കഴിച്ചാൽ മതി. അല്ലല്ല, ഇത് കാലത്തും വൈകിട്ടും ഉള്ളത്. ഇതാണ് കാലത്തും വൈകിട്ടും. ഇത് കാലത്ത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ഗുളിക കാലത്ത് മാത്രമേ ഉള്ളൂ. ഈ 3 ഗുളികയും 3 നേരമുണ്ട്, അല്ല 2 നേരമുണ്ട്, കാലത്തും വൈകിട്ടും. ഇതാണ് രാത്രി കഴിക്കാനുള്ളത്. ഇനി രാവിലെ കഴിക്കുമ്പോൾ ഒരു മെറൂൺ കളറ് ഗുളിക കൂടിയുണ്ട്. ഇതാണ് ആയുർവേദ ഗുളിക. കണ്ടോ, ഗുളിക പോയി. അത് ഈ വിരൽ പ്രശ്നം വന്നപ്പോഴത്തേക്ക് കയ്യിൽ നമ്മളൊരു സാധനം എടുത്താൽ അത് കയ്യിൽ നിൽക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പം ഗുളിക കഴിച്ചു. ഇതാണ് ആയുർവേദ ആശുപത്രിയിൽ പോയ വിശേഷങ്ങൾ. ഹോസ്പിറ്റലിൻ്റെ ഒരു ശകലം വെളിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓർമ്മിച്ചത്. അതും ഒരു ശകലം ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ചികിത്സയാണ്. അപ്പം ഞാൻ മരുന്ന് നല്ല രാത്രി മുതൽ കഴിച്ചു തുടങ്ങി. എന്തായാലും അതിനോടൊപ്പം തന്നെ ശരിക്കും വെള്ളവും കുടിക്കണം. പിന്നെ അരിയാഹാരം കഴിവതും ഒഴിവാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കഴിവതും അന്ന് ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറും കുറച്ച് പച്ചക്കറിയും കൂമ്പും വൻപയറും കൂടെയൊക്കെ തോരൻ വെച്ച്, അങ്ങനെ പച്ചക്കറികളെല്ലാം കൂടി അങ്ങനെ അതാണ് കഴിച്ചത്. ഇപ്പോൾ വൈകിട്ട് ഓട്സ് പുട്ട വെച്ച് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിവതും അങ്ങനെയൊക്കെ നോക്കാനായിട്ടുള്ള ഒരിതാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ഇതിൽ എനിക്ക് വിജയിക്കണം എന്ന് തന്നെയാണ് കാര്യം. നമ്മുടെ ബോഡി എത്രത്തോളം വെയിറ്റ് കുറഞ്ഞിരിക്കുമോ അതാണ് ഏറ്റവും നല്ലത്. ആരും ഒരിക്കലും ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കാര്യവും ഡോക്ടർ പറഞ്ഞു, അതും ഒരിതാണെന്ന്. അത് നമുക്ക് അതിനും അവിടെ നിന്ന് മരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം വരും. അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. ഇതാണ് എൻ്റെ ആശുപത്രി വിശേഷം. അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത്രയുമാണ് ഞാൻ ആശുപത്രിയിൽ പോയതിൻ്റെ വിശേഷം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ. പേര്
പക്ഷെ വന്ന് തുടച്ചിട്ടൊക്കെ പോയി. ഞായറാഴ്ച ഇന്ന് ദിവസം മാറി ഇന്നാണ് വന്നത്. ഇവിടെ ഒരു കൊച്ചു തക്കാളി തൈക്കുന്നുണ്ടോ, നമുക്കത് മാറ്റി അങ്ങ് വേറെ എവിടത്തേക്കെങ്കിലും ആക്കണം കേട്ടോ. ഇതിൽ എന്നിട്ട് ആ പച്ചമുളക് കണ്ടോ മറിഞ്ഞ് കിടക്കേ. നമുക്ക് ഈ നമ്മളിട്ട ചവിട്ടുമത്തേക്ക് ഇഞ്ഞ് പറക്കിയിട്ടിരിക്കുന്നു, ഇങ്ങ് പറക്കിയിടാം. നമ്മളെ ഗ്യാസ് കുറ്റി ഒരെണ്ണം തീർന്നു, അതുകൊണ്ട് ഇവിടെ വെളിയിരുന്നതങ്ങ് എടുത്ത് മറ്റേതിൽ കൊടുത്തു. ഈ തുളസിപ്പൂ കുറച്ച് പറിച്ച് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം. ഈ തൈലമൊക്കെ തേച്ച് കുളിക്കുന്നതുകൊണ്ടാണെന്തോ സൈനസിൻ്റെ പ്രശ്നമുണ്ട്. പറഞ്ഞില്ലേ കുടം നമ്മുടെ വീടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് വീഡിയോ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വാഴ കുടം നീക്കുകയാണ്. കൊലച്ചാണ്ടോ കണ്ടോ, ഞാൻ കുടം നീക്കണമെന്ന് പറഞ്ഞ വാഴ അത് കൊലയിഞ്ഞ് വന്നു. നമുക്ക് നാളെ കൂട്ടാൻ വയ്ക്കാനായിട്ട് എന്തായാലും ഇനി വന്നില്ലേ, നമുക്കൊരു പപ്പയ്ക്ക അടക്കാം. ഏതൊക്കെ പോയി നടക്കുന്നുണ്ടോ. ഈ ഇന്നലെ ഞാൻ ടി വിയിൽ നമ്മുടെ മൊബൈലിൽ കണ്ടതാണൊരു വീഡിയോ. ഇതെന്തോ ഗുണപ്രദമായ ഒരു ആയുർവേദ പൂവാണൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൽ പൂവുണ്ടോ, മഞ്ഞ ചുവന്ന പൂ. അതെന്തോ ഒരുപാട് ഗുണപ്രദമായ ചെടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചേനയൊക്കെയാണ്. നമുക്കതിൽ നിന്ന് കപ്പയ്ക്ക് അടുത്ത് വലുത് വിളഞ്ഞല്ലോല. അതിൽ സിസ് റൂട്ടിൻ്റെ ഇത് ഇതായി കിടക്കുന്നു. സിസ് റൂട്ട് പടർന്ന് കിടപ്പുണ്ട്. ഇവിടെ നിന്ന വാഴയാണ് നമ്മൾ കൊല വെട്ടിയത്. അത് കൊല വെട്ടി പഴുപ്പിച്ചത് അതുപോലെ വിളഞ്ഞായിരുന്നു. കൊല വെട്ടിയെടുത്ത് അമ്മേനടക്കിയ സ്ഥലം നിൽക്കുന്നുണ്ടോ, ആ തെങ്ങും തൈയൊക്കെ നിൽക്കുന്നുണ്ടോ, ചേമ്പ്. ഇഞ്ചി തെങ്ങ് തൈ ഉണ്ടോ, ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രയും നല്ല ഒരു ഇതിൽ തെങ്ങ് തൈ കയറിപ്പോയി ഉണ്ട്. അതിൽ കൊല വയ്ക്കുന്നുണ്ടോ, അതിലൊരു കൊല, ഇതിലൊരു കൊല, ഞാൻ ഈ പിടിച്ചേക്കുന്നതിൽ ഉണ്ട് ഇതിലൊരു കൊല ഉണ്ടോ. ഇവിടെ എല്ലാം ചീരയും തുളസിയും മാവും ഇഞ്ചി മഞ്ഞൾ എല്ലാം നിൽപ്പുണ്ട്. ഈ വാഴക്കന്നെല്ലാം കൂടെ എടുത്ത് നമുക്കിനി നടുമ്പോൾ ആ ചീര ഇവിടെ എല്ലാം അങ്ങ് പടർന്നതായി.
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം നിൽക്കുന്നുണ്ടോ? വേണ്ടേ വേണ്ട നമ്മുടെ പഴണിയില അയക്കുന്നുണ്ടോ? ആരെങ്കിലും വെട്ടിക്കളയുമോ എന്തോ. നമ്മുടെ പപ്പയ്ക്ക് അവിടെ ഇരിക്കട്ടെ. എല്ലായിടവും തുളസി വീട്ടിൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവിടെ എല്ലാം ചേനയാണ്. ചേന ഇത് പിന്നെ നമ്മൾ 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ പ്ലാവാണ്. ഇത് ഇത്ര പൊക്കമായിട്ടുണ്ട്. കണക്കിനാണെങ്കിൽ 1 വർഷം കൊണ്ട് ഇനിയിപ്പോൾ കായ്ക്കേണ്ടതാണ്. പ്ലാവ് നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചേന തന്നെ. ഇതും ഒരു തെങ്ങ്. പിന്നെ നമ്മുടെ കറ്റാഴപ്പോള ശരിക്ക് പോളകളുമായിട്ട് നിൽക്കുകയാണത്. എണ്ണ കാച്ചാനൊക്കെ ശരിക്കും നല്ല മുറ്റിയ പോളകളുമായിട്ട് നിൽക്കുകയാണ്. അല്ല അവിടെയും ഒരു നിറച്ച് കപ്പയ്ക്കായിട്ടിരിക്കുകയാണ്. അങ്ങനെ കോഴികൾ ആളലൊക്കെ തട്ടുമ്പോൾ ചാട്ടം തുടങ്ങും. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഈ തടി നല്ല ആർക്കെങ്കിലും വീട് വെപ്പുകാർക്ക് നല്ല പ്ലാവിൻ്റെ ജനൽ കതവ് ഇതുണ്ടോ, അത് പ്ലാവിൻ്റെതാണ്. വീട് വെപ്പുകാർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക. പുളിഞ്ചിക്ക ഇഷ്ടം പോലെ കൊല കുത്തി കിടക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? കൊല കുത്തി കിടക്കുകയുണ്ടോ? എന്നും പുളിഞ്ചിക്ക ഉണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ പുളിഞ്ചിക്ക കണ്ടോ? നിറച്ച് പുളിഞ്ചിക്കയാണ്. പുളിഞ്ചിക്ക നിറച്ച് കുട്ടൂസ് മോനിപ്പം നമ്മൾ കസേര ഇങ്ങനെ തിരിച്ചിട്ടപ്പം കുട്ടൂസ് മോനിരുന്ന് കാണാൻ, മറ്റത് ഈ തറയിൽ വിരിച്ച ഇതിലിങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം കാണാൻ അതിൻ്റെ ഇടയിൽ പോയി ഉള്ളിലിരിക്കുന്ന കേട്ടോ, അങ്ങനെ ഇരുന്നാണ് ഇപ്പം കാണുന്നത്. കുട്ടൂസ് മോനെ ഇനി കസേര കയറി. ഹായ്, അപ്പം ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ചെറിയൊരു കിച്ചൺ വീഡിയോയും പിന്നെ നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങളും ചെറിയ നമ്മുടെ വെളിയിലെ പുരയിടത്തിലേക്ക് കൊച്ചു വിശേഷങ്ങളും ഒക്കെ കാണിച്ചതാണ്. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടുമൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ, വീഡിയോ ഇട്ടാൽ ഒരു മനുഷ്യരെങ്കിലും കമൻ്റ് ഇട്ടെങ്കിലല്ലോ ഒക്കെയുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ആർക്കെങ്കിലുമൊക്കെ ഞാൻ കാണുന്ന വീഡിയോ ഒക്കെ എല്ലാം ഞാൻ കമൻ്റ് ഇടാറുണ്ട്. കമൻ്റ് ഇടാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഞാനും വിചാരിച്ചു, ഇങ്ങോട്ട് ആർക്കും അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമ്മളും തിരിച്ച് കമൻറ്റും ഇട്ട് അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇങ്ങോട്ട് ചെയ്യുമ്പം നമുക്ക് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ അല്ലേ.
എന്തായാലും എനിക്കിതുവരെ നമ്മൾ ഇതിൽ നിന്നൊന്ന് കരകയറി കിട്ടാനുള്ള ഒരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.